ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഭയങ്കര മഴയുള്ള സമയമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചായയോടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. അപ്പോൾ ഒരു ക്യാബേജും ഒരു സവോളയും കൊണ്ട് നല്ല അടിപൊളി ഒരു ക്യാബേജ് ഉള്ളിവട ഉണ്ടാക്കുന്നതിന് കൂട്ടത്തിൽ അതിൻ്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് ഒരു തക്കാളി ചട്നി, അതാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാബേജൊക്കെ കൊണ്ടെടുക്കാം. നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതൊരു അരക്കിലേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. ഞാൻ അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ ഇതുകൂടെ എടുക്കുകയാണ്. ഇപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്കൊരു ബൗളിലോട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി ഒരു സവാള ഇതെങ്കാളയാണ്. കനം കുറച്ചങ്ങോട്ട് കഴിയും. അപ്പം ഈ സവാളയും കൂടെ ഇങ്ങനെ ഒന്ന് ഞെരടിയാൻ കിട്ടേക്കണം. ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിയുക. 2-3 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് അത് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടി, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടിയെടുക്കുക. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഇപ്പോൾ ഉപ്പിട്ടൊന്ന് ഞെരടി വെച്ചതിന് ശേഷം ഇത് കടലമാവാണ്. ഇതിൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ പോരായിക്കൊണ്ട് നമുക്ക് പിന്നീട് ചേർക്കാം. ഇനിയും വേണ്ടത് മൈദയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്, അവിടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുക. ഒരൽപ്പം മല്ലിയില, കൂട്ടത്തിൽ ഒരൽപ്പം കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില അവിടെ ഇങ്ങനെ ചിക്കറി അങ്ങോട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ക്യാബേജിനുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഞെരടിയെടുക്കണം. ഇതിനകത്തിപ്പോൾ തൽക്കാലം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ക്യാബേജിൻ്റെ അകത്തും അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോളയ്ക്കകത്തുമൊക്കെ ഇപ്പം വെള്ളമയം ഉണ്ട്. ഇതുണ്ട്. ഇപ്പം അതെ നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കുഴച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഒരു ജാറെടുത്തിട്ട് ഒരു 2-3 പഴുത്ത തക്കാളി അങ്ങോട്ട് ഇടുക. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറിയില്ലെങ്കിൽ അതിനും വിഷമിക്കണ്ട, ഈ ഒരു തക്കാളി ചട്നി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിൻ്റെ അകത്തിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1-2 പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ. നമുക്കൊരു 2-3 കൊച്ചുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ടതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ നല്ല രുചിയാണ്. ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതേ തക്കാളിയൊക്കെ നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ അരച്ച് വെക്കും. ഇന്ന് ഇളക്കി കാണിക്കാതെ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതാണ് അരച്ചിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ നന്നായിട്ട് അരച്ച് വെക്കുക. അടുപ്പൊന്ന് കത്തിച്ച ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചീനച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കുക.
നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ഒരല്പം കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 കൊച്ചുള്ളി ആയിരിക്കും. 2-3 വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കും. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് അരച്ച് വെച്ചിരിക്കണം. അപ്പോൾ അതെ തക്കാളി ചട്നി. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മളെ അറിയാമല്ലോ ഈ തക്കാളിയും ആ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചച്ചുവയൊന്ന് മാറണം. അതിനാണ് ഈ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. റെഡി ആയതിനു ശേഷം അവിടെ അപ്പം തക്കാളി ചമ്മന്തി റെഡിയായി. ഇനി നമ്മൾ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടിയോ കടായോ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ക്യാബേജ് സവാളയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാര്യം അത് വറുത്തെടുക്കണ്ടേ. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈയൊന്ന് അണച്ചതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ അങ്ങോട്ടെടുക്കാം. ഇതേപോലെ മൂട്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ തുളയൊന്നും ഇടുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ. കാര്യം ചെറിയ ചട്ടിയല്ലേ, കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ ആ എണ്ണ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആയതിനു ശേഷം വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇളക്കി കൊടുക്കല്ലേ. ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ 2 സൈഡ് റെഡി ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. ആ എണ്ണ എല്ലാം ഒന്ന് വാർന്നതിന് ശേഷം വേണം അതങ്ങോട്ട് കോരിയെടുക്കാം. അതിപ്പോൾ ഏത് രീതി വേണേലും നമുക്കത് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും ഒന്ന് മൊരിഞ്ഞ ശേഷം വേണം ഇത് കോരിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ 2 ഭാഗം നമ്മുടെ നല്ലൊരു രീതിക്ക് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. ഇത് എണ്ണയൊന്നും പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ തക്കാളി ചട്നി കാബേജും സവാളയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരുപാട് റെഡിയാക്കിയിട്ടുണ്ട്. പല വീട്ടമ്മമാർ പറയുന്നേക്കാം സ്കൂൾ വിട്ട് പിള്ളേർ 4 മണിയാകുമ്പോൾ വരും, അവർക്ക് എന്താ കൊടുക്കേണ്ടതെന്ന്. ഓരോ ടെൻഷനും അടിക്കണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. വലിയ ചിലവൊന്നുമില്ല, ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന പോലുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ചെയ്ത് വെക്കാമെന്നുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരല്പം തക്കാളി ചമ്മന്തി അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഞാനത് റെഡിയാക്കിക്കൊണ്ട് പറയല്ലോ കേട്ടോ. തീർച്ചയായിട്ടും ഇതൊരു അടിപൊളി ഐറ്റമാണ്, ഒരു 1.5 ഐറ്റമാണ്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഉഗ്രം ടേസ്റ്റാണ്. ഒരു കഷ്ണം കാബേജും ഒരു സവാളയുണ്ടെങ്കിൽ പ്ലേറ്റ് നിറച്ച് 4 മണി പലഹാരം റെഡിയാവും. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വെക്കുക. 2-3 തക്കാളിയും കൊണ്ട് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാകും. ഇതിപ്പം ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. രുചികരമായ ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.